ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനും ഏലിക്കുട്ടി അമ്മയുടെ ഈ വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോകും. അതെവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ കാണിച്ചു തരാം. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം, പോകുന്ന വഴിക്ക് വലുതായിട്ട് പറയാം. അപ്പോൾ ഇത് അമ്മച്ചിക്ക് ഒരുപാട് ആത്മബന്ധമുള്ള സ്ഥലമാണ്. അമ്മച്ചി ഒരു 10, 25, 30 വർഷം വേണമെന്നില്ലേ 30 വർഷത്തോളം ജോലി ചെയ്ത ഒരു സ്ഥലമാണ് അത്. ഞാനവിടെ പോയിട്ട് ഏകദേശം ഒരു 15 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അതുമാത്രമല്ല, അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ അതിലേറെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ അവിടെ പോവുകയാണ്. അമ്മയുടെ തോട്ടത്തിലാണ് കേട്ടോ. ഒരു 100-300 ഏക്കറോളം ഉള്ള സ്ഥലമാണ് അമ്മച്ചി പണിയുന്ന തോട്ടം എന്ന് പറയുന്നത്. അമ്മയുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും, അമ്മച്ചിയുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിന്ന് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്ക്, ഒരുപാട് സന്തോഷം അമ്മയുടെ. കാരണം എന്താ പറയുക, ഞാനൊക്കെ ഇങ്ങനെ നിവർന്ന് നിൽക്കണമെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ അച്ഛനെ എനിക്ക് ഞാൻ ഒരു 10 വയസ്സ് 12 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചായ്ക്ക് വയ്യാണ്ടായല്ലോ. അതുമുതൽ അമ്മച്ചി തന്നെ ഒറ്റയ്ക്കാണ് എന്നെ ചേച്ചിമാരെയൊക്കെ വളർത്തിയത്. ഞങ്ങൾക്കുള്ള വിദ്യാഭ്യാസം തന്നത്, ഞങ്ങൾക്കുള്ള വസ്ത്രം തന്നത്, ഞങ്ങൾക്കുള്ള ഭക്ഷണം തന്നെല്ലാം അമ്മ ആ തോട്ടത്തിൽ പോയി പണിതിട്ടാണ്. അപ്പോൾ അത്രയധികം ഞങ്ങൾക്ക് ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. അമ്മച്ചി ഒരുങ്ങിയിരിക്കുകയാണ്, എല്ലാവരും അകത്തുണ്ട്. അപ്പം നമുക്ക് വേഗം പോയിട്ട് വരാം. വാ, ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചി പുറകെ വരുന്നുള്ളൂ കേട്ടോ, കാണാൻ പറ്റുന്നോ? അപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങിപ്പോരുവാണേ. അപ്പോൾ വണ്ടിക്കൂലിക്ക് ചില്ലറയില്ല, അപ്പോൾ ചില്ലറ കടയിൽ നിന്ന് വാങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോവാം. അപ്പോൾ എന്താണ് 3 മാസം കൂടിയല്ലേ പോകുന്നത് പണിയെന്നെടുത്ത്. കൂട്ടുകാരൊക്കെ കാണുന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം. കൂടുതലായിട്ടോ. അപ്പോൾ അമ്മയുടെ കൂട്ടുകാരെയൊക്കെ കാണുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ എക്സൈറ്റ്മെൻറ്റിലൊക്കെ അമ്മച്ചി. അപ്പം ഞാനും അതെ കേട്ടോ. പ്രാവുകൾ കണ്ടോ, പ്രാവുകൾ. ഓ, അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. ഇത് അടിമാലി ബസ് ആയതുകൊണ്ട് ആനച്ചാൽ വഴിയാണ് പോകുന്നത്. ആ വഴി ആയതുകൊണ്ട് അമ്മച്ചിയുടെ തോട്ടത്തിൻ്റെ താഴെ തന്നെ നമുക്ക് ബസ് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ രാജക്കാട് ഇറങ്ങി വേറെ വണ്ടി വിളിച്ച് പോകേണ്ടി വന്നേനെ കേട്ടോ. അപ്പോൾ 3:45 കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അതുവരെ പണിയുണ്ട് കേട്ടോ. ചെല്ലുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, അമ്മച്ചിക്ക് ബോൺസ് തീർക്കുകയാണ് കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, അമ്മ അധികം പണിയാൻ പോകാത്തതിന് കുറച്ചേ ഉള്ളൂ. എന്നാലും നമ്മൾ പോയിട്ട് വരണം. പിന്നെ PFന് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ അവിടെ ഇരിക്കുകയാണ്, അതെടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാജക്കാട് എത്താറായിട്ടുണ്ട്. രാജക്കാട് എന്തായാലും ഇറങ്ങേണ്ട വന്നില്ല, നമ്മൾ വേറെ ബസ് കയറി അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് കയറിയൊക്കെ പോകണമായിരുന്നു. പക്ഷേ ഇത് നമുക്ക് എന്തായാലും ഭാഗ്യം കൊണ്ട് അടിമാലി ആനച്ചാൽ വഴി പോകുന്നത് കൊണ്ട് നമുക്ക് ആ തോട്ടത്തിൻ്റെ താഴെ തന്നെ എന്തായാലും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഭാഗം. അതാണ് ഞാൻ ഇപ്പോഴും ഇതെടുക്കുന്നത്. ഇതേ എൻ്റെ രാജക്കാട് സ്കൂളിൻ്റെ ഫ്രണ്ടിലാട്ടോ ഒരു സ്റ്റോപ്പുള്ളത്, അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ പഠിക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ബസ്സിന് വന്നതേ, ബസ്സിനാട്ടോ വന്നത്. അവിടെ വന്നതേ ഒരിടത്ത് ഇറങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ മുല്ലക്കാനത്തിന് തൊട്ടിപ്പുറയാണ്. ഇതാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഭാഗങ്ങളല്ലേ കാണുന്നതൊക്കെ, അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ഈ റോഡെയാണ് പോകേണ്ടത് കേട്ടോ. ഇനി അടിപൊളിയായിരിക്കും കാണാനൊക്കെ. നല്ല ഇത്ര നാളായെന്നറിയ വഴി വന്നിട്ട്. ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ഒന്നും ഇട്ടിട്ടില്ല അമ്മ. അതെ, ഇതിലാണ് കയറി പോകുന്നത്. വിജനമായ വഴിയാണ് കേട്ടോ. അതെ, അപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ. അമ്മയുടെ കൂട്ടുകാരിമാരെയൊക്കെ കാണാമല്ലോ, അതിൻ്റെ ഒരു സന്തോഷം. ഞാനും സന്തോഷത്തിൽ അമ്മയുടെ കൂട്ടുകാരിമാരെ കണ്ട് വർത്താനം പറയാമല്ലോ. അമ്മയുടെ കുറച്ച് ഡോക്യുമെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ തോട്ടത്തിലെ. PFൻ്റെ കാര്യമൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ വണ്ടിയൊക്കെ വരുമല്ലേ, ബൈക്ക് ഇറങ്ങി വരുന്നു. കഴിഞ്ഞ 30 വർഷത്തോളം എൻ്റെ അമ്മച്ചി പണിയാൻ നടന്നു വന്നിരുന്ന റോഡാണ് കേട്ടോ. ഒരു ഇന്ന കയറ്റമൊക്കെ കയറി നടന്നു വേണം പോവാൻ. എന്താ നല്ല അടിപൊളി റോഡാണ്. റോഡെന്ന് പറയാൻ പറ്റില്ല, ഇടവഴി. പക്ഷെ അവിടെ കോൺക്രീറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഇത് ഈ വഴി കയറി വന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറേ നാൾ കൂടി വരുന്നതുകൊണ്ട് എനിക്കത്ര നല്ലതായൊന്നും ഓർമ്മയില്ല. നല്ല അമ്മയുണ്ടല്ലോ, അമ്മയുടെ തോട്ടം.
ഇവിടെ വീടൊക്കെ ഉണ്ട്. നേരത്തെ വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ ഒന്നും. ആണോ? പക്ഷെ ഞാൻ ഓർക്കില്ലല്ലോ. കുഞ്ഞായതുകൊണ്ടായിരിക്കും ഞാൻ ഓർക്കാത്തത്. എൻ്റെ കണക്കൂട്ടുകളൊക്കെ തെറ്റിയിട്ടതി നമ്മളൊരു റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പോ മറ്റേ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും പോകുന്നു. ശരി, ഇതിപ്പോൾ നമ്മൾ മെയിൻ റോട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ അയ്യന്തി അമ്മയുടെ ഒരു കൂട്ടുകാരി ചേച്ചിയാണ് കേട്ടോ. ചേച്ചിനെയും കണ്ടു. അപ്പോൾ ഞാൻ ഈ വഴിയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഞാൻ കാട്ടിൽ കൂടെ കയറിപ്പോയൊരു വഴി കൂടെ വന്നതാണ്. അത് ഒത്തിരി വർഷമായില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അത് വേറെ വഴിയല്ലേ? അപ്പുറത്തോടെ കണ്ടത്തി കൂടെ തന്നെ വഴിയാണ്. അതിൻ്റെ അവിടെ കുളവും അതൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ അടിപൊളിയാണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ തോട്ടത്തിലെ ചേച്ചിമാരെയൊക്കെ കാണാം. അതാണ് മെയിൻ. പിന്നെ എൻ്റെ ചെരുപ്പിൻ്റെ ഈ സൗണ്ട് എന്ത് ചെയ്യാൻ, ഞാനത് എന്നും ഓർക്കി ചെരുപ്പ് മാറിയിട്ട് വേറെ മേടിക്കണമെന്ന് പിന്നെ അങ്ങ് മറന്നു പോകും കേട്ടോ. ഈ സൗണ്ടിൻ്റെ ചെരുപ്പ് നിങ്ങളൊന്ന് ക്ഷമിക്കണേ. കിള കട കാരണം എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നതിൻ്റെ ചെരുപ്പിൻ്റെ സൗണ്ടായിരിക്കും. ഞാൻ എടുത്ത് വെച്ച് ഇപ്പം നടക്കുന്നേ. പക്ഷെ ചിലത് ഞാൻ ഓർക്കത്തില്ല. ഞാൻ ഉരച്ച് നടക്കും. അതുകൊണ്ടാണ്. നമ്മൾ എത്താറായോ? നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. നല്ല മഴക്കോളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ തോട്ടത്തിലേക്കുള്ള വാതിൽ. കിടപ്പായോ? നോക്ക് എൻ്റെ കൂടെ വന്ന് എൻ്റെ അമ്മയാണോ പോകുന്നത്? കൂട്ടുകാരെ കണ്ടപ്പോഴത്തേക്കും എന്നെ വേണ്ട. പിന്നെ അമ്മച്ചിയുടെ കൂട്ടുകാരി ചേച്ചിമാരൊക്കെ അടിപൊളിയാണ് കേട്ടോ. അവർ വന്ന് സംസാരിക്കുകയും വിശേഷങ്ങൾ തിരക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അമ്മച്ചിയെ പണിയാൻ പോകണം, തോട്ടത്തിൽ പോകണം എന്നൊക്കെ പറയുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം അത്രയധികം സ്നേഹവും സപ്പോർട്ടുമാണ് ചേച്ചിമാർ. അമ്മച്ചിനെ ഏലിക്കുട്ടിയൊന്നുമല്ല, ഏലു എന്നാട്ടോ അവർ വിളിക്കുന്നത്. ഏലു ആശുപത്രി പോയിട്ട് വേഗം അങ്ങ് വന്നേക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചിമാർ അമ്മേനെ അവിടെ നിന്ന് വിട്ടത് കേട്ടോ. പിന്നെ അതേ ചേച്ചിമാരെല്ലാവരും കൂടെ അവരുടെ ബോൺസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഓരോരുത്തരുടെ പേര് വിളിക്കും, അവർ പോയി വാങ്ങിയിട്ട് വരും കേട്ടോ. അങ്ങനെ വാങ്ങിയിട്ട് വരുന്ന ഓരോ ചേച്ചിമാരുടെ മുഖത്ത് പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു അധ്വാനത്തിൻ്റെ ഫലമല്ലേ ഇത് കണ്ടപ്പോഴാണ് പണ്ടത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ, അമ്മയ്ക്ക് ബോൺസ് തീർക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും അമ്മയെ ബോൺസ് തീർക്കാമെന്ന് ചോദിച്ച് നടക്കും. എന്താണെന്നറിയാമോ, അന്ന് അമ്മ ബോൺസ് തീർക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും കേട്ടോ. ബീഫോ ചിക്കനോ അങ്ങനെയൊക്കെ വാങ്ങിത്തരാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയാൽ ഉടനെ കടയിൽ പോകാൻ വാങ്ങി കഴിക്കുക, അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതുണ്ടായില്ല. അന്ന് നമുക്ക് കുറച്ച് കിട്ടിയാലും നമുക്ക് അമൃത് കിട്ടുന്ന പോലെയല്ലേ അമ്മ അത് വാങ്ങിത്തരുമ്പോൾ അതിന് അന്ന് കിട്ടിയതിൻ്റെ സ്വാദ് നമ്മൾ ഇന്ന് എന്ത് കഴിച്ചാലും നമുക്കത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളെ കുറേയൊക്കെ നമുക്കുടെ ജീവിതം മുന്നോട്ട് നയിച്ച ഒരു സ്ഥലവും കൂടിയാണിത്. അപ്പോൾ അതിലൊക്കെ കുറേ പങ്കുവഹിച്ച അമ്മയുടെ കുറേ കൂട്ടുകാരുണ്ട്. അമ്മയുടെ പണിസ്ഥലം, അവരുടെ മുതലാളി, എല്ലാവരും ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ അമ്മച്ചിക്ക് സ്ഥിരം പണിയല്ല, അമ്മയുടെ പണി എഴുതി കൊടുത്തു അമ്മ. കുഞ്ഞാച്ചി ആശുപത്രി കിടന്ന സമയത്ത് പൈസയുടെ ആവശ്യം വന്നപ്പോഴാണ് അമ്മ പണി എഴുതി കൊടുത്തത്. ഇപ്പം അമ്മ അല്ലാതെ പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷം എല്ലാവരോടും കണ്ടതിലും സംസാരിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ചേച്ചിമാരെല്ലാം ആരോഗ്യത്തോട് കൂടിയിട്ട് അവർക്ക് ഇനിയും പണിയാനുള്ള ആരോഗ്യ ദൈവം കൊടുക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ തോട്ടത്തിൽ വന്നു. അമ്മയുടെ കൂട്ടുകാരിമാരെ കണ്ട് എനിക്ക് അത്രയും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അത് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം നമ്മളൊരു പ്രൈവറ്റ് ഫാമിലിയിലേക്ക് കയറുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ കൂട്ടുകാരെ കണ്ടപ്പോൾ എന്നെ വേണ്ട, ഓടി നടന്ന കൂട്ടുകാരോട് വർത്താനം പറയുന്നത്. ഇന്ന് ബോണസ് തീർക്കുമായിരുന്നു കേട്ടോ അവരുടെ. അമ്മച്ചി പണിയാൻ പോകത്തോണ്ട് നമുക്ക് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബോണസ് തീർത്തതിൻ്റെ ചിലവാണ് ഇന്ന് അമ്മയുടെ വക. എന്നാ മേടിച്ച് തരും? പൈസ വന്നില്ലല്ലോ. ചിന്ന വന്നില്ലല്ലോ പൈസ. അത് മേടിച്ചാൽ മതി, വിളിച്ചാൽ മതി. പറ, എന്നാ മേടിച്ച് തരും? എന്നാ വേണ്ട? എനിക്ക് ഒത്തിരിയൊന്നും പറയാനില്ല. എന്നാലും ഒരു
ചക്ക ദൈവമേ, ഞാനിവിടെ വന്നിട്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ ചക്കയിലേക്കായിരുന്നു എൻ്റെ നോട്ടം മുഴുവൻ കേട്ടോ. നിറച്ചും ചക്ക പറമ്പിൽ അപ്പുറം ഇപ്പുറമൊക്കെ പ്ലാവ് അതെ. ഇനി പണിയാൻ വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും ആശുപത്രി പോയിട്ട് എങ്ങനെയാണ് എന്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്കിനി പണിയാൻ വരാം. സത്യം പറഞ്ഞാണല്ലോ ഇവരുടെ പണി ആണ് നല്ലത്. കാരണം സ്ട്രെസ്സില്ല. പിന്നെ അതിൻ്റെ എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ എല്ലാ ദിവസവും പണിയാൻ പറ്റുന്നവർക്ക് എത്ര രൂപയൊക്കെ കിട്ടുമോ ബോണസ്? 70,000-70,000 രൂപയൊക്കെ കിട്ടും കേട്ടോ. അമ്മച്ചിക്ക് എത്ര പണിയുണ്ടായിരുന്നു? അമ്മയ്ക്ക് അമ്മച്ചിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നുള്ളൂ. എനിക്ക് 10 രൂപ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് പേര് പിടിക്കും പൈസ. അങ്ങനെ പെരുത്തമൊക്കെ കഴിഞ്ഞപ്പം കയ്യിൽ 10 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് അത് നമ്മൾ പോകാനുള്ള പൈസയായി. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെ ദൈവം തരുമെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. തന്നെ എന്ന് വെച്ചാൽ അമ്മയുടെ പണിയുടെ ഒരു ഇതാണ് കിട്ടിയത്. എന്തായാലും നമ്മളിനി വണ്ടി കയറി പോവാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരോടൊക്കെ ഇനി ഞാൻ ആശുപത്രിയിലൊക്കെ പോയിട്ട് വരുമെന്നും പറഞ്ഞിട്ടാണ് ഒരാൾ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. അതെ, എത്ര കണ്ട് വിജയിക്കും അറിയത്തില്ല. ഒക്കെ നടക്കൂടെ അല്ലേ? എല്ലാവരും വിളിക്കും. അതെ, എല്ലാവരും വിളിക്കും കേട്ടോ. അതാണ് ഒരു സ്നേഹം. അമ്മ ഞങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കൂടുതൽ അമ്മയുടെ കൂട്ടുകാരുടെ അടുത്ത്. അതാകുമ്പോൾ കണ്ണമ്മേനെ കണ്ടപ്പോഴത്തേക്കും ചേച്ചിമാരെല്ലാവരും ഓടി വന്ന് സംസാരിച്ചു. അമ്മ അങ്ങ് ഫുൾ ബിസിയായി. ഞാൻ എൻ്റെ അമ്മയുടെ പുറകെ നടക്കും. അങ്ങനെ എന്നോട് വേണ്ടി അപ്പോൾ എന്നെയൊക്കെ എന്നെ ചെറുതിലേ ചേച്ചിമാർ കണ്ടിട്ടുള്ളത് കൊണ്ട് എന്നെ അങ്ങനെ അത്ര അറിയില്ലെങ്കിൽ പോലും ഭയങ്കര സ്നേഹം കേട്ടോ അവർക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ നടന്നിറങ്ങി വന്ന് ഞങ്ങളിത് റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു കലിങ്കൊക്കെ ഉണ്ട് ഇവിടെ. കലിങ്ക. അപ്പുറം നിന്ന് ഇതിൽ ഓട്ടോ കയറി വീട്ടിൽ പോകാം. അങ്ങോട്ട് നീങ്ങി നിൽക്കുമല്ലോ, പാമ്പും കാണും. ഇതേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്. കുറേ നാൾക്ക് ശേഷമായിട്ട് ഞാൻ കഴിക്കുന്നത്. ഞാനിവിടെ വെജിറ്റബിൾ വട എന്ന് പറയും. അങ്ങനെ ഞങ്ങളിത് ബസ്സിൽ കയറി കേട്ടോ. പോയി വന്നു. അത് പിന്നെ വല മേടിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലല്ല ബാക്കിൽ കെട്ടാൻ വേണ്ടി കാണിച്ചു തരാം. വല മേടിച്ചിട്ടുണ്ട്. ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ 7 മണി 6 വീട്ടിലെത്തി. ചേട്ടൻ കയറുക. അതെ, ചേട്ടൻ കുറിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ചെവിക്കകത്ത് നമുക്ക് സീസണുണ്ട്. എന്തുമാത്രം സൗണ്ടാണ് അറിയും. അരോചകമായി തോന്നും. കാരണം പിന്നെ അതുങ്ങൾക്കും ജീവിക്കണ്ടേ. ഇതിങ്ങനെ കാറ് തൊണ്ട വിട്ടി മരിക്കും. കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല അതുപോലെ. നീ നിൽക്കുന്നുണ്ടോ? ഇതെന്തായിരുന്നമ്മ? കസ്തൂരി മഞ്ഞളാണോ അത്? അങ്ങനെ നമ്മള് വീട്ടിലെത്തിയപ്പോൾ സമയം 7 മണിയായി. നമ്മൾ 3:20 ബസ്സിന് പോയി വീട്ടിലെത്തിയപ്പോൾ 7 മണിയായി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ലിതുമോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ വേണ്ട, കൂട്ടുകാരെ മതി. കൂട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ്, കാരണം 3-4 മാസത്തിന് ശേഷം കാണുന്നതല്ലേ. അപ്പോൾ അവർ ഭയങ്കര വർത്താനമൊക്കെ പറഞ്ഞ് അപ്പം എന്നെ മറന്ന്. പിന്നെ ഞാൻ വേറൊരു സാധനം കണ്ട്. എന്തായിരിക്കും? ചക്ക. അയ്യോ, മാവ് നിറച്ച് ചക്കയുടെ കണ്ട് കൊതി വിട്ടിട്ടാ ഞാൻ പോത്തെ. പക്ഷെ മൂത്തിട്ടില്ല കേട്ടോ. ചേച്ചിമാർ പറഞ്ഞ് മൂത്തതുണ്ട്, പക്ഷെ കൗൾക്കാട്ടിലേക്ക് അങ്ങ് മേളിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അമ്മച്ചി പണിയാൻ പോകുന്നുണ്ടെങ്കിൽ അമ്മ കൊണ്ടുവരാതെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അയച്ചു തന്നേക്കാം അരൂരിലേക്ക്. അത് കിടന്ന് നല്ല ഒക്കെ. ഇന്നത്തെ ദിവസം ആദ്യക്കുട്ടിയിലേ നല്ല ചുന്ദരിയായിട്ട് കണ്ണൊക്കെ എഴുതി കവിളിലോട് മടുകൊക്കെ ഇട്ട് ചുന്ദരിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് കാര്യം. അപ്പോൾ ഇതിമോൾക്ക് എന്തായാലും ഒരു ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ആ കൊച്ചിറങ്ങിയപ്പോൾ ആ കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇപ്പൊ അത് രാത്രി കറക്റ്റ് ഇപ്പൊ ഉറങ്ങിയിട്ട് 12 മണി എന്ന് പറയുന്ന സമയത്ത് എണീറ്റ് 6 മണി 7 മണിക്ക് ഉറങ്ങുന്നത്. അത് തന്നെയല്ല, അവളെ കിടത്താൻ പാടില്ല, അവളെ എടുത്തുകൊണ്ട് കിടക്കണോ. ഞാനിപ്പോൾ കുഞ്ഞായിരുന്നു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എടുത്ത് നടന്ന് ശീലമായി ആൾക്ക്. ഇല്ലെങ്കിൽ അമ്മച്ചിയുടെ കൈ പോകത്തേ ഇല്ല. അമ്മച്ചിയുടെ കൈ പോകുമ്പോൾ കരച്ചിൽ തുടങ്ങും. ഞാനല്ലേ ലിതുമോൾ എടുത്തുകൊണ്ട് നടക്കണം. ഞാൻ എടുത്തിങ്ങനെ നടന്ന് പിന്നെ എനിക്കിപ്പോൾ അധികം ഞാൻ ഉറക്കളയ്ക്കുന്നില്ലാത്തതുകൊണ്ട് ലിതുമോൾ തന്നെ. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് അമ്മയും കിടന്ന് ഉറങ്ങും. കൊച്ച്
വേണ്ട ഞാനും പൊക്കോളാം. ഞാനും അമ്മ വെച്ചോളാം. ഇവിടെ വെള്ളം അടിച്ചില്ല കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ വെള്ളം എടുക്കാനായിട്ട് പഞ്ചായത്ത് കിണറ്റിൽ പോകും. നല്ല ഇരുട്ടായി എങ്കിലും കുഴപ്പമില്ല, നമ്മൾ നോക്കിയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഒട്ടും വെള്ളമില്ല കുടിക്കാനുള്ളത്. പിന്നെ ബാക്കിയൊക്കെ വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാനുള്ള വെള്ളം ഒട്ടുമില്ല. അപ്പം അങ്ങനെ പോകാമെന്ന് ഓർത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അയ്യോ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ അമ്മയുടെ കൂട്ടുകാരിമാർ ചേച്ചിമാരെയൊക്കെ കണ്ടതിലും അവരോടൊക്കെ കുറേ സംസാരിക്കാനൊക്കെ പറ്റിയതിലും ഒരുപാട് സന്തോഷം. പിന്നെ എന്നെ കണ്ണ് കൊച്ചിൻ്റെ മുടി ഊരിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാർ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. വർത്താനൊക്കെ പറഞ്ഞു. എന്നെ ആരൊക്കെ ഞാൻ കുഞ്ഞിലേ അമ്മയുടെ കൂടെ പോവായിരുന്നു കേട്ടോ. ഈ ബോണസ് തീർക്കുന്ന ദിവസം ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഒത്തിരി ഒന്നും മേടിച്ചു തന്നില്ലെങ്കിലും അമ്മ എന്തെങ്കിലും കടിയും അങ്ങനെയൊക്കെ മേടിച്ച് തരുമ്പോൾ സ്പെഷ്യൽ ഡേ ആയിരിക്കും. ചിലപ്പോൾ എനിക്ക് ബീഫും ചിക്കനൊക്കെ കുഞ്ഞിലെ മേടിക്കാം. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അമ്മ ഇപ്പോൾ 10-30 വർഷം അവിടെ പണിതല്ല. ഞാൻ ജനിക്കുന്നതിന് മുന്നേ മുതൽ അമ്മ അവിടെ പണിക്ക് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവിടെ എല്ലാവരും കാണാൻ പറ്റി, പിന്നെ അവിടെ സ്ഥലങ്ങൾ കാണാൻ പറ്റി. അതൊക്കെ ഒരുപാട് സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പോകേണ്ട കുറേ മെമ്മറീസ്. ഒരുപാട് വർഷം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാച്ചി ആശുപത്രി കിടന്ന സമയത്ത് അമ്മച്ചി അമ്മയുടെ പണി എഴുതി കൊടുത്ത ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ അന്നേരം പൈസ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ പൈസ മേടിക്കാൻ പോയെന്ന് അങ്ങനെ അത്രയും നമ്മൾ വണ്ടിക്ക് പോയി ഇറങ്ങി മേടിച്ചുകൊണ്ട് പോരും. ഏതായാലും അങ്ങനെ ഉള്ളിലേക്കൊന്നും പോയില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പോയി. ഞാൻ വിചാരിച്ചിരുന്ന വേറൊരു വഴിയാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ ഇതില്ലേ കണ്ടമൊക്കെ കൂടി ആ വഴിയാണ് പോകുന്നത് വെച്ചു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല പോയത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അതാണ് നിങ്ങളെ ഞാൻ മെയിനായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. പക്ഷെ അത് പോകാൻ പറ്റിയില്ല. ഇനി ഒരു പ്രാവശ്യം നമുക്ക് ആ കണ്ടത്തിൽ കൂടെ പോകും. നല്ല രസമാട്ടോ. അവിടെ കുളമൊക്കെ ഉണ്ട്. പക്ഷെ കുളം ഭയങ്കര ഡേഞ്ചറാണ്. ആളുകളൊക്കെ ചാടി മരിച്ചിട്ടുള്ള ഒരു കുളമാണ്. എന്നാലും ആ കുളമൊക്കെ കാണാൻ രസമാണ്. പിന്നെ മരങ്ങൾ അതും ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ മയിൽ, കാട്ട് കോഴിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കാണാൻ രസമാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമുക്ക് അതിൽ പോകണം. ഇനിയിപ്പോൾ അമ്മച്ചി ഞാൻ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോയി അമ്മയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അമ്മേനെ സ്ട്രോങ് ആക്കി എടുത്തിട്ട് അമ്മയ്ക്ക് ഇനി പോകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ചേച്ചിമാരൊക്കെ പറഞ്ഞു വിട്ടു, എലിക്കുട്ടി ഇനി ഇങ്ങോട്ട് വന്നും പറഞ്ഞു വിട്ടതാണ്. അതുകൊണ്ട് അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം, ഒരു ഹാപ്പിയായി. അപ്പം അമ്മ പറഞ്ഞു എന്തായാലും വരും, ഞാൻ ഇപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷം. ഇപ്പം ഞാനും അമ്മയും കൂടെ വേഗം വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഇന്ന് റെസ്റ്റ് എടുക്കണം. വേണ്ട വേണ്ട. അപ്പം ഞങ്ങളിതേ പോവാണ് കേട്ടോ. നമ്മൾ രാത്രി ഇത് വെള്ളം എടുക്കാൻ വേണ്ടി പോവാട്ടോ. ഇരുട്ടായിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് പാമ്പൊക്കെ ഇച്ചിരി ശമനമായിട്ടുണ്ടാവും അല്ലേ? അതെ, ഒളിച്ചിരിയാതെ. എന്നാലും സൂക്ഷിക്കണം. നല്ല ഇരുട്ടാട്ടോ. എന്തേ ചന്ദ്രനൊന്നും ഇല്ല ഇന്ന്. നല്ല നിലാവില്ലാത്തതുകൊണ്ട് ഭയങ്കര എന്താ ഇരുട്ട്. ശേഷം കട അടച്ചു. ഇന്നലെ വെള്ളം അടിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഈ പണി കിട്ടിയത്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച അടിക്കുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ വെള്ളം ചുമക്കേണ്ടി വരും 3 ദിവസം. ഞാൻ എടുക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പം ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ രാത്രിയിൽ അടിക്കുള്ളൂ. അപ്പോൾ 4 ദിവസം ചുമക്കണം. എന്നെ ഇരുട്ടാന്നേ ഞാൻ ഫ്രണ്ടിൽ പോട്ടെ. എനിക്ക് പേടിയാ. കണ്ടോ ഇതിലിറങ്ങണം. എൻ്റെ അമ്മ അയ്യോ അമ്മേ പയ്യ എന്നാൽ മതി. പയ്യ വാ അങ്ങോട്ട്. അത് ബക്കറ്റിങ്ങ അങ്ങതാ പയ്യെ പൊക്കോ. എന്താ ഇപ്പറയൊക്കെ കാടാട്ടോ. എനിക്കിപ്പോ എനിക്കിങ്ങനെയൊക്കെ പേടിയാ. അയ്യോ എന്തോ ചത്ത് ചെയ്യുന്ന നേരത്തോന്നു. ഞാൻ കോരട്ടെ.
പിടി ഞാൻ കോരാം. അവിടുത്തെ അങ്ങോട്ട് യെസ്. അത് ഞാൻ എന്തേ വെള്ളം കോരാൻ പോകട്ടോ. മറ്റേ ഫോണിൽ തന്നെ വെള്ളം എന്തോരം ഉണ്ട് നോക്കട്ടെ. അണത്തുമില്ലാതെ ഇച്ചിരോടെ എത്തത്തില്ല. അയ്യോ, അപ്പൊ നിങ്ങൾ പറഞ്ഞ നാളെ എത്തിയെന്ന് പറഞ്ഞേ. പക്ഷെ അമ്മച്ചി ഇത്രയും കയറ്റിക്കോ കെട്ടിയത് എന്തിനാ? ഞാൻ രാവിലെ 2 ബക്കറ്റ് കൊണ്ടുവരാം. അത്രശ കിട്ടുള്ളോ? ഞാൻ കോരാം. ഭയങ്കര ഇതാണ്, നമ്മളത് നന്നായിട്ട് അരിച്ചെടുക്കേണ്ടി വരും. കാണിച്ചു തരാവേ. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റിക്കോനെ. അതൊന്നും കള. ഫോൺ താഴെ കളയല്ലേ? ഇല്ല, എൻ്റെ ദൈവം എന്തൊക്കെ പാട് വരണം ജീവിച്ചു പോകാനല്ലേ. ഇത് പിടിക്കും, ഞാൻ കോരാം അങ്ങോട്ട്. വേണ്ട, അമ്മയ്ക്ക് ഒട്ടും പറ്റൂല. അന്ന് എത്രയും താഴ്ച ഞാനത് തേങ്ങ കുത്തിയൊക്കെ എടുക്കുന്നത്. അതാ ആ ഫോണിങ് താഴ്ന്ന. ഞാൻ ഇത് ഇങ്ങനെ പിടിച്ചാൽ താഴ്ത്തി. അങ്ങോട്ട് പറഞ്ഞു പോകുന്നു. ഇതേ കുളത്തിലേക്ക് അറിയിക്കല്ലോ ദൈവത്തെ ഓർത്ത്. കുറച്ച് ഒരു ഇച്ചിരി കൊണ്ട് വെച്ചാൽ മതി. ഞാൻ അതിലേക്ക് ഒഴിച്ച് അടച്ചു വയ്ക്കാം. അത് മതി, അതിനകത്ത് അത് മതി. അത് ഞാനെടുത്തോളാം. ശരി, അത് നിറച്ചെടുക്കണ്ടെന്നേ. അത് ഇരിക്കട്ടെ, എന്നിട്ട് വെള്ളം കൊണ്ടുവരുന്നില്ല. ഉടുപ്പരിക്ക് നനയിലൊന്ന് ഓർത്താ ഒരു ബക്കറ്റും കൂടെ ഒഴിച്ചാൽ മതി. ഏട്ടാ ഒരെണ്ണത്തിനകത്ത് പോയി ഞാൻ എടുത്തോളാം. ഫോണിൽ കറണ്ട് പോയോ? മതിയില്ലേ? ഉച്ചയുടെ ഒഴിക്കാം. എന്നിട്ട് അതിലേയും കൂടെ അതിലേയും കോരിക്കോ. അതിൽ കോരെ, അത് ഞാൻ എടുത്തോളാം. പയ്യെ കയറിപ്പോയാൽ മതി. ചാവ അതങ്ങ് ഒഴിക്കുക, അതിലേക്ക് ഒഴിക്കുക. മതി. ഇതേണ്ട നമ്മൾ വെള്ളം കോരിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് നിറച്ചും പായലുണ്ട് കേട്ടോ. ഇത് നമ്മൾ നന്നെ ഫിൽറ്റർ ചെയ്തെടുക്കണം ഈ വെള്ളമല്ല കേട്ടോ, ഈ വെള്ളവും. പക്ഷെ നല്ല കുടിക്കാൻ കൊള്ളുന്ന നല്ല വെള്ളം. പിന്നെ പച്ചയ്ക്ക് എന്തായാലും നമ്മൾ ഈ കിണറ്റ് വെള്ളം കുടിക്കാൻ പാടില്ല. കിണറ്റ് വെള്ളം എന്നല്ല, ഒരു വെള്ളവും കുടിക്കാൻ പാടില്ല. എന്നിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എടുത്തോണ്ട് പോകട്ടെ. പോകാം. അയ്യോ, ഫോട്ടോ എടുത്തു. മറ്റേ 2 കൊടുത്തു. ആ വലുത് നിങ്ങളാ എടുക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾ എടുക്കാനില്ലല്ലോ. ഫോൺ എന്തേ? ഫോൺ എടുത്തോ? ഓക്കെ, എന്നാൽ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി പറയാട്ടോ. നോക്കിപ്പോ അപ്പോൾ ദേ വെച്ചാൽ പോക്ക് പറ്റുള്ളൂ. തലയിൽ വെച്ച് ചുമക്കുമായിരുന്നെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. തൂക്കി പിടിക്കാൻ ഭയങ്കര പാടാ, കയറ്റവും കൂടെയല്ലേ. അയ്യോ, അടുത്തു വീട്ടിൽ തിരിച്ച് ദൈവമേ എനിക്ക് ചങ്ക് വാ പിടിച്ചല്ലേ എൻ്റെ പൊന്ന് ദൈവമേ. കയറ്റം കയറി വരുമ്പോഴാ അയ്യോ പാട്. ഒരു വിധമായി ഒരു ബക്കറ്റ് തന്നെ എടുത്തോണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മറ്റേ കുടത്തിൽ വെള്ളമില്ലാത്ത സമയത്ത് താഴേന്ന് ഞങ്ങൾ ചുമക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ ഒരവസ്ഥയും അന്നത്തെ പ്രായവും അന്നത്തെ ഒരിതുമല്ല. അയ്യോ മടുത്തുപോയി. അതങ്ങനെ പതിവില്ലാണ്ട് നമ്മളിങ്ങനെ വിറക് ചുമക്കും. ആ വിറക് പൊട്ടി വെള്ളം ചുമക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണ്ടേ? ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. എല്ലാവരെയും സപ്പോർട്ടിൽ പ്രതീക്ഷിക്കുന്നു ഇനിയും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.